വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. സ്വൈൻ ഹസ്ബൻഡറി. കുറച്ച് വലിയ ചാപ്റ്റർ ആയതിനാൽ ഒന്നിൽ കൂടുതൽ വോള്യങ്ങളായിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത്. ആദ്യത്തെ ഭാഗത്ത് എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. സ്വൈൻ ഹസ്ബൻഡറി എന്നാൽ എന്താണ്? പന്നി വളർത്തൽ. പന്നി വളർത്തലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ കഴിയുന്നതോടുകൂടി മനസ്സിലാകും. തുടങ്ങാം. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പന്നികൾ സാധാരണയായി വളർത്തി വരുന്നത് ഇറച്ചി ഉൽപാദനത്തിന് വേണ്ടി തന്നെയാണ്. പന്നികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവ നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മീറ്റ് കൺവേർട്ടർ ആണ്. അതായത് അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പകുതിയെങ്കിലും നമുക്ക് മാംസമായി തിരിച്ചു തരുന്നവരാണ് പന്നികൾ. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നതും മാംസോത്പാദനമാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു തൊഴിലും കൂടെയാണ് പന്നി വളർത്തൽ. നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ബ്രീഡ്സ് ആണ് ഉള്ളത്. ഒന്നാമത്തേത് നമ്മുടെ ചുറ്റുപാടും കാണുന്ന കറുത്ത നിറത്തിലുള്ള ശരീരം ആസകലം ധാരാളം കുറ്റിരോമങ്ങളുള്ള പന്നികൾ, അഥവാ വില്ലേജ് പിഗ്സ് എന്ന് വിളിക്കുന്ന നാട്ടുപന്നികളും അഥവാ കാട്ടുപന്നികളും, കൂടാതെ എക്സോട്ടിക് ബ്രീഡ്സ് എന്ന് വിളിക്കുന്ന, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ബ്രീഡ്സ് പഠിച്ചതാണ് എന്തൊക്കെയാണ്, വെള്ളപ്പന്നികൾ, കറുത്ത പന്നികളൊക്കെ അതിലുണ്ട്. ഇപ്പോൾ ബ്രീഡ്സ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നുണ്ട് PSC എക്സാംസിന്. അത് സ്ലൈഡ് പോയി ഒന്ന് കാണുന്നത് നന്നായിരിക്കും. എക്സോട്ടിക് ബ്രീഡ്സ് ഓഫ് പിഗിൽ വരുന്നതാണ് ലാൻഡ് റേസ്, ഡ്യൂറോക്ക്, വൈറ്റ് യോർക്ക്ഷയർ ഒക്കെ വരുന്ന പന്നികൾ. അപ്പൊ എന്തായാലും നമ്മുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. പന്നി വളർത്തലിലൂടെ ധാരാളം മാംസം ഉൽപ്പാദിപ്പിക്കുക, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു തൊഴിലും കൂടെയാണ് പന്നി വളർത്തൽ എന്ന് പറയുന്നത്. ആദ്യം ചെറിയൊരു മുതൽ മുടക്ക് കഴിഞ്ഞാൽ നമ്മൾ മുടക്കുന്ന ഭക്ഷണത്തിന്റെ ചെലവിന്റെ പകുതിയോളം നമുക്ക് മാംസമായി വളരെ പെട്ടെന്ന് തിരിച്ചു തരുന്നവരാണ് നമ്മുടെ പന്നികൾ. ചിത്രത്തിൽ കാണുന്നത് ഇന്ത്യൻ ബ്രീഡ്സ് അഥവാ കൺട്രി ബ്രീഡ്സ് ആണ് ഈ കാണുന്നത്. പലതരത്തിലുള്ള ഇന്ത്യൻ ബ്രീഡ്സ് ഓഫ് പിഗ്സ് നമുക്ക് ഉണ്ട്. വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രീഡ്സ് വരെ ഉണ്ട്. എങ്കിലും അവരുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. പൊതുവെ എല്ലാവരും കറുത്ത നിറത്തിലുള്ളതും ശരീരമാസകലം ധാരാളം രോമമുള്ളതും ഒക്കെയാണ്. 2 സൈഡും കാണുന്നുണ്ടല്ലോ, തേറ്റ കാണുന്നു അല്ലെ? തേറ്റ എന്നാണ് വിളിക്കുക. പന്നിയുടെ പല്ലിന്റെ 2 സൈഡുള്ള കനൈൻ ടീത്തിനെയാണ് തേറ്റ എന്ന് പറയുന്നത്. ഈ തേറ്റയുടെ സഹായത്താലാണ് റൂട്ടിംഗ് ഹാബിറ്റ് ഉള്ളവരാണ് പന്നികൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് ഭൂമിക്കടിയിൽ കിടക്കുന്ന ചെറിയ കിഴങ്ങുകളൊക്കെ ഇവരെ ഭക്ഷിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് പൊതുവെ ഭൂമിക്കടിയിലുള്ള വസ്തുക്കളോട് പ്രിയമുള്ളതിനാൽ അതൊക്കെ എളുപ്പത്തിൽ പിഴുതെടുക്കാനൊക്കെ സഹായിക്കുന്നത് ഈ തേറ്റകളാണ്. കൂടാതെ അവരുടെ ഫൈറ്റിംഗ് ഓർഗൻ കൂടെയാണ് തേറ്റകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ഫാമിൽ വളർത്തുന്ന പല്ലുകൾക്ക് ഇത് കാണാറില്ല. അതിന് കാരണം മറ്റൊന്നാണ്, അത് നമുക്ക് പറയാം. എന്തായാലും വളരെ രൂപ സവിശേഷതകളുള്ള ഒരു ജീവികൾ തന്നെയാണ് പന്നികൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ ബ്രീഡ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വളരുന്നതും കിട്ടുന്ന മീറ്റ് ലോ ക്വാളിറ്റി ഉള്ളതുമാണ്. സാധാരണഗതിയിൽ വെൻ കമ്പയറിംഗ് ടു എക്സോട്ടിക് ബ്രീഡ്സ് മീറ്റ് ക്വാളിറ്റി വളരെ കുറവാണെന്ന് പറയുന്നു. എന്നാൽ രുചിയുടെ കാര്യത്തിൽ രണ്ടും വ്യത്യാസം തന്നെയാണെന്ന് അനുഭവസ്ഥർ പറയുന്നുണ്ട്. ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം എക്സോട്ടിക് ബ്രീഡുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 1/3 മാത്രമേ അവരുടെ ആയുസിൽ വരുന്നുള്ളൂ. ഏകദേശം നമുക്ക് എല്ലാവർക്കും അറിയാം, വളർത്തുപന്നികൾ പെട്ടെന്ന് തന്നെ 100 കിലോയോളം വെയിറ്റ് വരും, ഏകദേശം 3-4 മാസം കൊണ്ട് തന്നെ. നമ്മുടെ ഇന്ത്യയിലുള്ള ബ്രീഡുകളെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന എക്സോട്ടിക് ബ്രീഡാണ് ഈ കാണുന്ന ലാർജ് വൈറ്റ് യോർക്ക്ഷയർ, ലാൻഡ് റേസ്, ഡ്യൂറോക്ക് തുടങ്ങിയവ. ഇവയുടെ ക്രോസ് ബ്രീഡിംഗ് പ്രോഗ്രാമിലൂടെ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന വളർത്തുപന്നികൾ എല്ലാം തന്നെ ഒരു പരിധി വരെ ക്രോസ് ബ്രീഡ്സ് ആണെന്ന് തന്നെ പറയാം. ക്രോസ് ബ്രീഡ് ഓഫ് ലാർജ് വൈറ്റ് യോർക്ക്ഷയർ, ലാൻഡ് റേസ് ആൻഡ് ഡ്യൂറോക്ക്. എന്തൊക്കെയാണ് പോർക്ക് മീറ്റിന്റെ പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം. പ്രത്യേകതകൾ ഇതൊക്കെയാണ്. ധാരാളം പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളതിനാൽ തന്നെ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു ഗുഡ് സോഴ്സ് ഓഫ് എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ് പോർക്ക് മീറ്റ്. പോർക്ക് മീറ്റ് എന്ന് പറയുന്നതിന് കാരണം എന്താണ്? പന്നി ഇറച്ചിക്കാണ് പോർക്ക് എന്ന് വിളിക്കുന്നത്. മീറ്റ് ഓഫ് പിഗ് ഈസ് കോൾഡ് പോർക്ക്. പ്രോട്ടീൻ കണ്ടന്റും നമ്മൾ എഗ്ഗുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സെയിം കണ്ടന്റ്, പ്രോട്ടീനിന്റെ കമ്പോസിഷൻ സെയിം ആണ് പോർക്ക് എടുക്കുന്ന സമയത്ത്. കൂടാതെ ഫാറ്റിന്റെ പ്രത്യേകത, ധാരാളം ഫാറ്റി ആസിഡ്സും മിനറൽസും അടങ്ങിയിട്ടുണ്ട് പോർക്ക് മീറ്റിൽ.
കൂടാതെ അയേൺ, പോർക്ക് മീറ്റിൽ ഉള്ള അയേണിന്റെ പ്രത്യേകത നമ്മുടെ ഇൻഡസ്റ്റൈനിൽ നിന്ന് ഈസ് ആയിട്ട് വളരെ എളുപ്പത്തിൽ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ഉണ്ട്. നമ്മുടെ ശരീരത്തിന് പന്നിയിറച്ചിയിൽ നിന്നും ലഭിക്കുന്ന അയേൺ കണ്ടന്റ് വളരെ എളുപ്പത്തിൽ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട് ദാൻ പ്ലാന്റ് ഒറിജിൻ. സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അയേൺ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അയേൺ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയ ഒരു മീറ്റ് കൂടെയാണ് പോർക്ക് മീറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അധികമായാൽ അമൃതവും വിഷം എന്ന പോലെ തന്നെ പോർക്ക് മീറ്റിൽ ധാരാളം ഫാറ്റ് ഉള്ളത് കൊണ്ട് എളുപ്പത്തിൽ പ്രശ്നം, കൊളസ്ട്രോൾ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. വളരെ മിതമായ തോതിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നല്ല മീറ്റ് തന്നെയാണ് പോർക്ക് മീറ്റ്. കൂടാതെ തൈമിൻ, വിറ്റാമിൻ B1 എന്ന് പറയുന്ന വിറ്റാമിനുമുണ്ട്. കൂടാതെ വിറ്റാമിൻ എയും സിയും ധാരാളം അടങ്ങിയിരിക്കുന്നു. പോഷകമൂല്യം വെച്ച് നോക്കുന്ന സമയത്ത് മുട്ടയോട് വളരെ സാമ്യതയുള്ളതും വളരെ രുചികരവുമായിട്ടുള്ള ഒരു മീറ്റാണ് പോർക്ക് മീറ്റ്. എന്നാൽ ഫാറ്റ് കണ്ടന്റ് കൂടുതലായതിനാൽ പിന്നീട് പ്രശ്നം വരാവുന്നൊരു മീറ്റും കൂടെയാണ് പോർക്ക് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് സ്വൈൻ പ്രൊഡക്ഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് പ്രധാനമായിട്ട് പന്നി വളർത്തലിന്റെ ഗുണങ്ങൾ എന്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, നമ്മുടെ പശു വളർത്തലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് പന്നി വളർത്തലുകളിൽ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദേ ആർ എഫിഷ്യന്റ് പ്രൊഡ്യൂസർ ഓഫ് ഹ്യൂമൻ ഫുഡ്. അതായത് മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നവരാണ് സ്വൈൻസ് അഥവാ പിഗ്സ് എന്ന് പറയുന്നത്. എന്തായിരിക്കും അങ്ങനെ പറയാൻ കാരണം? സാധാരണയായിട്ട് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിന്, അവർക്ക് തീറ്റയായി കൊടുക്കുന്ന ഭക്ഷണത്തിൽ നിന്നും പകുതിയോളം അവർ റിട്ടേൺ ആയിട്ട് മീറ്റായിട്ട് വളരെ എളുപ്പത്തിൽ തിരിച്ചു തരുന്നു. അതായത് ഒരു വർഷം കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇറക്കിയ മുടക്ക് മുതൽ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുവരുത്താം. നമ്മൾ 2 മുതൽ 3 കിലോയാണ് ഒരു ദിവസം തീറ്റ കൊടുക്കുന്നതെങ്കിൽ അതിൽ നിന്നും 1 കിലോ പോർക്ക് അവർ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ഭക്ഷണത്തിനായിട്ടുള്ള മീറ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സ് വെച്ച് നോക്കുന്ന സമയത്ത് മറ്റു അനിമൽസിലെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ദേ ആർ എഫിഷ്യന്റ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഹ്യൂമൻ ഫുഡ്. നെക്സ്റ്റ്, they can utilize good and bad feed equally. അതായത് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം, പന്നികൾക്ക് സാധാരണയായിട്ട് കൊടുക്കുന്ന ഭക്ഷണം എന്താണ്? നല്ലത് ചീത്ത ഒന്നും തന്നെ ഇല്ല. സാധാരണയായിട്ട് നമ്മളൊരു പന്നി വളർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുമായിരിക്കും, നമ്മൾ ഹോട്ടൽ വേസ്റ്റ് കൂടാതെ നമ്മൾ പ്ലാന്റ് വേസ്റ്റ് ഒക്കെ തന്നെയാണ് ഇവയ്ക്ക് തീറ്റയായി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപോലെ ഗുണം എന്നതിലുപരി ഇവിടെ നല്ലൊരു കാര്യം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേസ്റ്റ് മാനേജ്മെന്റ്, നമുക്ക് വരുന്ന വേസ്റ്റുകളുടെ ഈസി മാനേജ്മെന്റ് സാധ്യമാകുന്നു പിഗ് ഫാം കൂടെ ഉണ്ടെങ്കിൽ. സാധാരണഗതിയിൽ നമുക്ക് വലിയ ഫാം ഉള്ള ആൾക്കാരൊക്കെ ചെയ്യുക, വലിയ വലിയ ഹോട്ടലുകളിലേക്ക് സമയാസമയങ്ങളിൽ പോയി അവിടെ നിന്ന് വേസ്റ്റ് കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരേ സമയം വേസ്റ്റ് മാനേജ്മെന്റും തീറ്റയും ഒരുപോലെ നടക്കുന്നു. സ്വാഭാവികമായിട്ടും ഫീഡിംഗ് കോസ്റ്റ് വളരെ കുറച്ച് മതിയാകും പന്നി വളർത്തലിൽ. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ദേ ആർ ഹൈലി പ്രോലിഫിക് ബ്രീഡേഴ്സ്. ഒറ്റ പ്രസവത്തിൽ തന്നെ, പന്നികളുടെ പ്രസവത്തിനെ വിളിക്കുന്ന പേരെന്താണ്? ഫാരോയിങ്. ഒരു പ്രസവത്തിൽ തന്നെ 8 മുതൽ 10 പന്നിക്കുട്ടികളെ നമുക്ക് ലഭിക്കും. സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിൽ 1 or 2 പെൺപന്നികൾ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ എണ്ണം വർദ്ധിപ്പിക്കാം എന്നതും വലിയൊരു കാര്യം തന്നെയാണ്. നെക്സ്റ്റ്, ഫാസ്റ്റ് ഗ്രോത്ത് റേറ്റ്. എളുപ്പത്തിൽ ഇവർ വളരുന്നു. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം നമ്മൾ പറഞ്ഞു അങ്ങനെ തന്നെ മീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാണ്. സ്വാഭാവികമായിട്ടും ഒരു വർഷം കൊണ്ട് തന്നെ പലപ്പോഴും 1 കിലോ ആയി ജനിക്കുന്ന കുഞ്ഞുങ്ങൾ 365 ദിവസം ആകുമ്പോഴേക്കും 100 കിലോ ഭാരമാകുന്നു. അപ്പോഴേക്കും നമുക്ക് വിൽക്കാനും പറ്റും. സ്വാഭാവികമായിട്ടും നല്ല വില കിട്ടുന്നുണ്ട് പോർക്ക് മീറ്റിന്. നെക്സ്റ്റ് ഈസ് ഹൈ ഡ്രസ്സിംഗ് പെർസെൻറ്റേജ്. മറ്റു ജീവികളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡ്രസ്സിംഗ് പെർസെൻറ്റേജ് വളരെ കൂടുതലാണ്. ഉദാഹരണം, നമ്മൾ കോഴിയോ മറ്റു ജീവികളോ കൊന്നു കഴിഞ്ഞാൽ, സ്ലോട്ടർ ചെയ്ത് കഴിഞ്ഞാൽ അവയുടെ ഇന്റേണൽ ഓർഗൻസും മറ്റു ഉപയോഗിക്കാൻ പറ്റാത്ത ഭാഗങ്ങളും ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ആകെ അതിൽ നിന്നും പലപ്പോഴും 50 അല്ലെങ്കിൽ 60% മാത്രമേ മീറ്റായിട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ നമ്മുടെ പന്നികളുടെ കാര്യം എടുക്കുന്ന സമയത്ത് ഹെഡ് ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗവും ഭക്ഷ്യയോഗ്യമാണ്, കാലിന്റെ കുളമ്പ് ഒഴികെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും ഡ്രസ്സിംഗ് പെർസെൻറ്റേജ് വളരെ കൂടുതലാണ്
പിഗിൽ നിന്ന് ലഭിക്കുന്നത്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ കാറ്റിൽ ഫാമിംഗ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ലേബേഴ്സിന് ആവശ്യം വരിക ക്ലീനിങ്, ഫീഡിങ്, മിൽക്കിംഗ് തുടങ്ങിയിട്ടുള്ള പ്രോസസ്സിനാണ്. അങ്ങനെ ഒരു പ്രോസസ്സ് ഇവിടെ ഇല്ലാതെ തന്നെ നമുക്ക് പറയാം. ആകെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അതിനാകെ നമുക്ക് മുതൽ മുടക്ക് ലേബേഴ്സിനായിട്ട് ആവശ്യം വരിക സമയത്തിന് ഭക്ഷണം കൊടുക്കാൻ മാത്രമായിരിക്കും. വൺസിനെ വായിൽ നമുക്ക് ക്ലീൻ ചെയ്താൽ മാത്രം മതിയാകും പിഗ് ഷെഡ്. അത്രയും വൃത്തിയായി അവർ കഴിച്ച് വെച്ചോളും. യാതൊരു വേസ്റ്റും തന്നെ സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന് ഡങ്ങിന് വളരെയധികം വാല്യൂ കൂടുതലാണ്. അതായത് ധാരാളം പച്ചക്കറികളും വേസ്റ്റ് ഭക്ഷണങ്ങളുമാണ് ഇവർ കഴിക്കുന്നതെങ്കിലും ഡങ് വാല്യൂ വളരെ കൂടുതലാണ് പിഗ് ഡങ്ങിന്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് ധാരാളം വരുമാനം ഉണ്ടാക്കാം. കൂടാതെ ഇൻഎഡിബിൾ പാർട്സ്, അതായത് ഭക്ഷണത്തിന് യോഗ്യമല്ലാത്ത ഭാഗങ്ങൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പന്നികളിൽ ഉപയോഗപ്പെടുത്താവുന്നതേ ഉള്ളൂ. വളരെയധികം അഡ്വാൻറ്റേജസ് ഉള്ള ഒരു ജീവി തന്നെയാണ് സ്വൈൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജസ് എന്ന് നമുക്ക് നോക്കാം. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സാധാരണഗതി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും, നമ്മൾ സാധാരണഗതിയിൽ തീറ്റയ്ക്കായിട്ട് വേസ്റ്റ് വസ്തുക്കൾ തന്നെയാണ് ഉപയോഗിച്ച് വരുന്നത്. എന്നാൽ നല്ല രീതിയിലുള്ള കൊമേഴ്ഷ്യൽ ഫീഡ് കൊടുത്ത് നമുക്ക് ഇവയെ വളർത്താം എന്ന് വിചാരിച്ചാൽ ഇവ ഒരു സിംഗിൾ സ്റ്റൊമക്കഡ് ആനിമൽ ആയതിനാൽ അങ്ങനെ കൊമേഴ്ഷ്യൽ ഫീഡ് കൊടുത്ത് വളർത്തുക എന്നത് വളരെ ശ്രമകരമാണ്, എക്കണോമിക്കൽ അല്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. നെക്സ്റ്റ്, റിക്വയർ സ്ട്രോങ് ആൻഡ് ഗുഡ് ഹൗസിംഗ് ബിക്കോസ് ഓഫ് ദിയർ റൂട്ടിംഗ് ബിഹേവിയർ. നമ്മൾ പറഞ്ഞു ഇവർക്ക് റൂട്ടിംഗ് ബിഹേവിയർ ഉണ്ട്, അതായത് കടപുഴക്കി എടുക്കാനും മണ്ണൊക്കെ കുത്തി ഇളക്കാനും ഒക്കെയുള്ള താല്പര്യക്കാരൻ. ജനറ്റിക്കലി ദെയർ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നല്ല ഉറപ്പുള്ള തറ മിനിമം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. തറയും ചുവരും നല്ല ഉറപ്പുള്ളതായിരിക്കണം പന്നികൾക്ക് വേണ്ടി കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത്. മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് റിലീജിയസ് ടാബൂസ് അഗൈൻസ്റ്റ് പോർക്കാണ്. പന്നി ഇറച്ചിക്ക് നമ്മുടെ നാട്ടിലുള്ള ചില മതസ്ഥർക്ക് താല്പര്യമില്ല അല്ലെ. അപ്പൊ അവർക്ക് ഹറാമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രശ്നം ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയൊരു ഫാമിംഗ് തന്നെയാണ്, ധാരാളം ആവശ്യക്കാരുള്ള ഒരു മീറ്റ് തന്നെയാണ് പിഗ് ഫാമിങ്ങിൽ വരുന്ന പിഗ്സ് എന്നത്. ഫീഡിംഗ് ഓഫ് പിഗ്സ്. പിഗ്സിനെ ഫീഡിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കുക. പിഗ്സ് ആർ മോണോഗാസ്ട്രിക്, സോ യൂട്ടിലൈസ് ഫൈബ്രസ് ഫുഡ് ഇൻ ലിമിറ്റഡ് എക്സ്റ്റെന്റ്. പിഗ് ഫാമിംഗ് കൊടുക്കുന്ന സമയത്ത് പിഗ്സിന് ഫീഡ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതൊരു മോണോഗാസ്ട്രിക് ആനിമലാണ്. നമ്മളെ പോലെ തന്നെ ഒരു നല്ലൊരു മോണോഗാസ്ട്രിക് സിമ്പിൾ സ്റ്റൊമക്കഡ് ആനിമലാണ്. സ്വാഭാവികമായിട്ടും ധാരാളം ഫൈബേഴ്സ് കഴിച്ചുകൊണ്ട് ജീവിക്കാനുള്ള കഴിവ് അവർക്കില്ല. നല്ല രീതിയിൽ കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ മറ്റു വേസ്റ്റുകളും ഒക്കെ അവർ കഴിക്കുമെങ്കിലും കൂടുതൽ ഫൈബ്രസ് ആയിട്ടുള്ള, അതായത് പ്ലാന്റ് ഒറിജിൻ ആയിട്ടുള്ള ഫുഡ് വളരെ കുറച്ച് മാത്രമേ ഇവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. അപ്പൊ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. വേസ്റ്റ് ആണെന്ന് കരുതി മുഴുവനായിട്ടും പ്ലാന്റ് വേസ്റ്റ് മാത്രം ഇട്ട് കൊടുക്കരുത്. ഇടയ്ക്ക് മറ്റ് ഭക്ഷണങ്ങളും കൊടുക്കണം. എന്നാൽ മാത്രമേ നല്ല ഹെൽത്തി ആയിട്ട് അവയ്ക്ക് വളരുവാൻ പറ്റുകയുള്ളൂ. കൂടാതെ പ്രോട്ടീൻ ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണയായിട്ട് ചെയ്തു വരുന്നത് മീറ്റ് ആൻഡ് ഫിഷ് വേസ്റ്റുകൾ ധാരാളമായിട്ട് ഇവർക്ക് തിന്നാൻ ഇട്ട് കൊടുക്കാറുണ്ട്. കൂടാതെ റെഗുലർ ഇന്റർവെല്ലിലായിട്ടുള്ള ഫീഡിങ് നമ്മൾ എപ്പോഴും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ തീറ്റ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ദിവസം ഒരു നേരമാണെങ്കിൽ ആ നേരത്തെ കൃത്യമായിട്ട് ഫീഡ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ ഫ്രഷ് ഫീഡ് ഷുഡ് ബി പുട്ട് ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ദ പ്രീവിയസ് ഫുഡ്. നമ്മൾ കുറേ ഭക്ഷണം ഇട്ട് കൊടുത്തിരിക്കുന്നു, അത് കഴിച്ചു തീരുന്നതിന് മുമ്പ് മുകളിൽ വേറെ ഇട്ട് കൊടുക്കരുത്. കാരണം അത് കംപ്ലീറ്റ് ആയി കഴിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ മുകളിൽ ഫീഡ് കൊടുക്കാവൂ. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷമാണ് പലപ്പോഴും നമ്മൾ ഫിഡ് ഫാമിലേക്ക് പോകുന്ന സമയത്ത് ഭയങ്കര സ്മെല്ല് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഇതിന് കാരണം ഇതാണ്, പഴയ ഫീഡുകൾ അവിടെ അടുങ്ങി കിടക്കുന്നുണ്ടാവും. അപ്പൊ അതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം ഇതാണ്, ഒരു പ്രാവശ്യം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അത് മുഴുവൻ കഴിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അടുത്ത ഫീഡ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫീഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കൊമേഴ്ഷ്യൽ ഫീഡിംഗ് ഇൻ പിഗ്സ് എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആകാത്ത കാര്യമാണ്. കാരണം ഉയർന്ന മുതൽ മുടക്ക് നമുക്ക് ഡെയിലി ആവശ്യമായിട്ട് വരും ഇത്തരത്തിൽ പന്നികളെ തീറ്റുന്നതിന് വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ നടത്തുന്ന ഒരു ഫാമിംഗ് ഒരിക്കലും വിജയിക്കില്ല. കാരണം വലിയ നഷ്ടമായിരിക്കും സംഭവിക്കുക. സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് ഫീഡിംഗ് ബേസ്ഡ് ഓൺ സ്വിൽ ആണ്. എന്താണ് സ്വിൽ?
സ്വിൽ എന്ന് വെച്ചാൽ വേസ്റ്റ് മെറ്റീരിയൽസ്, കിച്ചൺ വേസ്റ്റും ഹോട്ടൽ വേസ്റ്റും ഇൻക്ലൂഡ് ചെയ്യുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെയാണ് നമ്മൾ സ്വിൽ ബേസ്ഡ് ഫീഡിംഗ് എന്ന് പറയുന്നത്. ഇപ്രാവശ്യത്തെ PSCക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ് സ്വിൽ ബേസ്ഡ് ഫീഡിംഗ് ഏത് ആനിമൽസിൽ പ്രാക്ടീസ് ചെയ്യുന്നു. സ്വിൽ ബേസ്ഡ് ഫീഡിംഗ് ഈസ് മെയിൻലി പ്രാക്ടീസ്ഡ് ഇൻ ഡാഷ് എന്ന് ചോദിക്കാം. പിഗ്സിലാണ് സ്വിൽ ബേസ്ഡ് ഫീഡിംഗ് നടക്കുന്നത്. പ്രധാനമായിട്ടും വേസ്റ്റ് മാനേജ്മെന്റ് എന്നതിലുപരി നല്ലൊരു ഫീഡ് എന്ന രീതിയിൽ നമുക്ക് പിഗ്സിന് കൊടുക്കാൻ പറ്റിയ ഒരു ഫീഡിംഗ് മെത്തേഡാണ് സ്വിൽ ഫീഡിംഗ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത്. ലാഭകരമായിട്ടുള്ള പിഗ് ഫാമിങ്ങിന് സ്വിൽ ഫീഡിംഗ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഒരു ദിവസം 4 മുതൽ 8 കിലോഗ്രാം എന്ന കണക്കിന് വേണം നമ്മൾ ഫീഡ് ചെയ്യാനായിട്ട് ഒരു പന്നിക്ക്. വലിയ അനിമൽസിന്റെ കാര്യമാണ് പറയുന്നത്. കൂടാതെ ഈ സ്വിൽ ഫീഡിംഗ് കൂടാതെ ചെറിയ രീതിയിലുള്ള ഫോഡറിന്റെ കാര്യവും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മേയാൻ വിടുകയും ചെയ്യാം. ഫോഡർ എന്ന് പറയുമ്പോൾ പുല്ലോ വൈക്കോളോ എന്തെങ്കിലും ഒരു ഫൈബ്രസ് കണ്ടന്റ് ആയിട്ടുള്ള ഭക്ഷണം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വയർ നല്ല ഫില്ലായി തോന്നുകയും നല്ല രീതിയിലുള്ള ഡൈജഷൻ നടക്കുകയും ചെയ്യും. അപ്പോൾ ഫൈബർ കണ്ടന്റും ആവശ്യമാണ്, കൂടാതെ കോൺസെൻട്രേറ്റ്സും ആവശ്യമാണ്, ഇങ്ങനെ വേസ്റ്റും ആവശ്യമാണ്. അപ്പോൾ സമ്മിശ്രമായിട്ടുള്ളൊരു ഫീഡിംഗ് മെത്തേഡാണ് എപ്പോഴും നല്ലത് എന്ന് പറയുന്നു. മേയാൻ വിടാറും ഉണ്ട് കേട്ടോ. വലിയ ഫാമുകളിലൊക്കെ മേയാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് പന്നികൾക്ക്. ആ സ്ഥലത്ത് മേയാൻ വിടാറും ഉണ്ട്. കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അൺറെസ്ട്രിക്റ്റഡ് ആയിട്ട് വേണം എപ്പോഴും വീണ്ട് പിഗ്സിന് ഫീഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. സാധാരണഗതിയിൽ നമ്മൾ ഫാമുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു നേരം ആണ് സാധാരണഗതിയിൽ ഫീഡ് കൊടുക്കാറുള്ളത്. എന്നാൽ നമ്മൾ വീണ്ട് ആയിട്ടുള്ള പന്നിക്കുട്ടന്മാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും റെസ്ട്രിക്റ്റഡ് ഫീഡിംഗ് പ്രാക്ടീസ് ചെയ്യരുത്. കാരണം അവയ്ക്ക് പെട്ടെന്ന് അത് ശരീരത്തിന് പ്രശ്നം, ഒരു ഡിപ്രഷൻ ഫീൽ ചെയ്യാനും വെയിറ്റ് ഡിപ്രഷൻ വരാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ട് പിഗ്സിന് 1 മാസത്തോളം നല്ല രീതിയിലുള്ള ഫീഡ് തന്നെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് റെസ്ട്രിക്റ്റഡ് ഫീഡിങ് പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. കെയർ ആൻഡ് മാനേജ്മെന്റ്. സാധാരണഗതിയിൽ പന്നി വളർത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. Dung and soiled material should be removed in the morning and evening at least once a day. ഒരു ദിവസത്തിൽ ഒരിക്കൽ എന്ന ക്രമത്തിലോ അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരമോ നമ്മുടെ പിഗ് ഫാമിൽ വരുന്ന വേസ്റ്റുകളിനെ കൃത്യമായിട്ട് ഒരു ഡങ് പിറ്റിലേക്കോ അതല്ല നമുക്ക് ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിലേക്കോ നിർബന്ധമായിട്ടും മാറ്റിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ പിഗ് ഫാമിൽ ഉണ്ടാവുന്ന ദുർഗന്ധം നമുക്ക് ഒഴിവാക്കാം. കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അത് കഴിച്ചു തീരുന്നത് വരെ നമ്മുടെ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽ ആയതിനാൽ എന്തെങ്കിലും മറ്റു വസ്തുക്കൾ എന്തെങ്കിലും അതിൽ അബദ്ധത്തിൽ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാൻ ഇത് ഉപകാരമാകും. റിമൂവ് ഓഫ് ഫീഡ് ഓർ സിക്ക് ആനിമൽ. റിമൂവൽ ഓഫ് ഫീഡ് ആൻഡ് സിക്ക് ആനിമൽ. ഭക്ഷണം കഴിക്കാത്തതും രോഗം വന്നതുമായിട്ടുള്ള ആനിമൽസ് ഉണ്ടോ എന്ന് കൃത്യമായി നിരീക്ഷിക്കുകയും അതിനെ യഥാസമയം മാറ്റുകയും വേണം കൃത്യമായിട്ടുള്ള മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട്. അല്ലാത്ത പക്ഷം എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട് പന്നികൾക്ക്. കൂടാതെ സമയാസമയങ്ങളിലുള്ള വെയിറ്റിന്റെ ചെക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന വെയിറ്റ് ഗെയിൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രതിവിധികൾ നമ്മൾ നിർബന്ധമായും ചെയ്യുകയും വേണം. പുട്ട് ഐഡന്റിഫിക്കേഷൻ മാർക്ക്. ചെവിയിൽ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാറുള്ളത് നോച്ചിങ് ആണ്. പന്നികളിൽ നോച്ചിങ് അല്ലെങ്കിൽ ടാറ്റോയിങ് നമുക്ക് ചെയ്യാവുന്നതാണ്. കൃത്യമായിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ മാർക്ക് നമ്മൾ ചെയ്യാൻ മറക്കരുത്. ഐഡന്റിഫിക്കേഷൻ മാർക്ക് ചെയ്യുന്നത് ഡേ ഓൾഡ് ടൈമിൽ തന്നെയാണ്. അപ്പോൾ നോച്ചിങ്ങും കൂടാതെ ക്ലിപ്പിംഗ് ഓഫ് ഇൻസിസേഴ്സ് ആൻഡ് കനൈൻ ടീത്ത് ചെയ്യേണ്ടതും ഡേ ഓൾഡ് പിഗ്ലിങ്ങിൽ തന്നെയാണ്. അപ്പൊ എന്താണ് ക്ലിപ്പിംഗ് എന്നും ടാറ്റോയിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വി ഷേപ്ഡ് മാർക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ക്ലിപ്പിംഗ് എന്താണെന്ന് നമുക്ക് വരുന്ന സ്ലൈഡുകളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ക്ലിപ്പിംഗ് കൊണ്ട് ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇൻസിസേഴ്സും കനൈൻ ടീത്തും പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ പന്നിക്കുട്ടന്മാരിൽ മുറിച്ച് കളയാറുണ്ട്. അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വരുന്ന സ്ലൈഡുകളിൽ പഠിക്കാം. അത്രയുമാണ് ഈ സ്ലൈഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് പിഗ് ഫാമിംഗ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് പിഗ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.